ഒരു ദോശ ഉണ്ടാക്കിയ കഥയ്ക്ക് ശേഷം കട്ട് ചെയ്ത കഥയുടെ പരിസമാപ്തിയായിരുന്നു ഇപ്പോൾ പുതിയ ഫിലിം മേക്കറായി വന്നിരിക്കുന്ന ആഷിഖ് കപൂറിൻ്റെ 22 ഫീമെയിൽ കോട്ടയം എന്ന ചിത്രം. മലയാള സിനിമയിൽ വന്നുകൊണ്ടിരിക്കുന്ന സൗന്ദര്യാത്മകവും സാങ്കേതികവും ആയിട്ടുള്ള മാറ്റങ്ങൾക്ക് നിദർശനമായ ഒരു ചിത്രം തന്നെയാണ് ആഷിഖ് കപൂറിൻ്റെ 22 ഫീമെയിൽ കോട്ടയം. മലയാള സിനിമയുടെ പുത്തൻ താരോദയം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഫഹദ് ഫസൽ വളരെ നിർണായകമായ വേഷം ചെയ്ത ചിത്രം ആണെങ്കിൽ തന്നെ പ്രമേയപരമായും അവതരണ രീതിയിലും മികച്ചു നിൽക്കുന്ന ഒരു ചിത്രമാണ് എന്ന് തീർത്തു പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ആഷിഖ് ഈ ചിത്രം മുൻപോട്ട് വച്ചിരിക്കുന്നത്. കാരണം പ്രതിനായകൻ അല്ലെങ്കിൽ സിനിമയിലെ വില്ലൻ അദ്ദേഹത്തിൻ്റെ പക തീർക്കുന്നതിന് വേണ്ടി കഥാപാത്രത്തെ അല്ലെ തൻ്റെ ശത്രുവിനെ പാമ്പുകൊണ്ട് കുത്തിക്കുന്നത് നാം എത്ര തരം തെലുങ്ക് തമിഴ് സിനിമകളിൽ എത്രയോ തവണ കണ്ടു കഴിഞ്ഞ ദൃശ്യമാണ്. വീണ്ടും വീണ്ടും ഒരു ഉപഭോഗ സമൂഹത്തിൽ ഉപയോഗിക്കപ്പെട്ട് തിരസ്കൃതയാവുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടി ലളിതവൽക്കരിച്ച് പറഞ്ഞാൽ ചതിയിൽപ്പെട്ട് വീണ്ടും വീണ്ടും ചതിയിൽപ്പെടുത്തി സ്ത്രീയെ ഉപയോഗിച്ച് തള്ളുന്ന യൂസ് ആൻഡ് ത്രോ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള നിൽക്കുന്ന ചതിയനായ ഒരു നായകൻ, അവൻ്റെ വലയിൽപ്പെടുന്ന ഒരു നഴ്സ് പെൺകുട്ടിയുടെ സങ്കടങ്ങളുടെ കഥയാണ് 22 ഫീമെയിൽ. തീർച്ചയായിട്ടും തിയേറ്ററുകളിൽ, ഫിലിം ഫെസ്റ്റിവൽ സദസ്സുകളിൽ കയ്യടിയോടെ എതിരേൽക്കുന്ന നല്ല ചിത്രങ്ങളുടെ മൂഡ് സൃഷ്ടിക്കുന്നുണ്ട് സ്ത്രീകളുടെ കയ്യടി നാം തിയേറ്ററിൽ കാണുമ്പോൾ. സ്ത്രീപക്ഷ സിനിമ എന്ന നിലയിൽ ഈ സിനിമയുടെ തിരക്കഥ എഴുതിയ പുതിയ എഴുത്തുകാരായിട്ട് ശ്യാമും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും തീർച്ചയായും അഭിനന്ദനം അർഹിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സിനിമയുടെ ഹാർഡ് ഡിസ്ക് നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ UFOയുടെയോ സെർവറിൽ പരിശോധിക്കുമ്പോൾ 1500 താഴെ GB വരുന്ന ഒരു സെല്ലുലോയിഡ് അസറ്റ് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഡാറ്റ അസറ്റ് മാത്രമാണ് ഈ ഡിജിറ്റൽ സിനിമ. സാധാരണ ഇന്ത്യയിൽ ഒരു സിനിമ നിർമ്മിക്കപ്പെടുമ്പോൾ അത് സെൻസർ ചെയ്യപ്പെടുന്നതിന് ശേഷം ആ സിനിമയുടെ നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് പ്രിൻ്റ് നമ്മുടെ ഫിലിം ആർക്കൈവുകളിലേക്ക് സൂക്ഷിച്ചു വയ്ക്കാറുണ്ട്. എപ്പോഴെങ്കിലും ഈ ആഷിഖ് കപൂറിൻ്റെ ഡിജിറ്റൽ ചിത്രത്തിന് ഒരു വൈറസ് ആക്രമണം ഉണ്ടായാൽ, അതല്ലെങ്കിൽ വീണ്ടും വീണ്ടും പണം കൊടുത്തു മാത്രം UFOയുടെയോ ക്യൂബിൻ്റെയോ സെർവറുകളിൽ നിലനിർത്താവുന്ന ഒന്നായി എത്ര കാലം ഈ സിനിമ മലയാളത്തിൽ നിലനിൽക്കും? യൂട്യൂബിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലും അതിൻ്റെ സെർവറുകളുടെ യൂസർ ID ചോദ്യം ചെയ്യപ്പെടുമ്പോൾ നാം ഈ സിനിമ മറന്നുപോകും. അതായത് ഒരിക്കലും സൂക്ഷിച്ച് വെൽക്കപ്പെടാത്ത ഡിജിറ്റൽ അസറ്റുകളായിട്ട് ഈ സിനിമ നിലനിൽക്കുമോ എന്നൊരു ചോദ്യം ഞാൻ മുൻപോട്ട് വെക്കുകയാണ്. ഞാൻ പറഞ്ഞ 1500 താഴെ GB ഉള്ള ഈ ഡിജിറ്റൽ സിനിമയ്ക്ക് ഭാവി സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരിക്കലും DVD കോപ്പിയോ VCD കോപ്പിയോ അതല്ലെങ്കിൽ ഒരു ബ്ലൂറേ കോപ്പിയോ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതത് കാലഘട്ടങ്ങളിൽ ആ സിനിമ റിലീസ് ചെയ്ത ജനപ്രിയ നോവൽ പോലെ അല്ലെങ്കിൽ വയൽ പൂക്കൾ പോലെ സ്വീകരിക്കപ്പെടുകയും പിന്നീട് അതിൻ്റെ വിൽപ്പനയ്ക്ക് ശേഷം ഒരിക്കലും നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി സൂക്ഷിച്ചു വെൽക്കപ്പെടാത്ത സിനിമകളായി ഇത്തരം മൾട്ടിപ്ലക്സ് മിനി മൂവികൾ മാറുന്നു എന്നുള്ള ഒരു ദുരന്ത സന്ദേശം കൂടി 22 ഫീമെയിൽ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട്. ഏതായാലും നമ്മുടെ സ്ത്രീ പ്രേക്ഷകർക്ക് തീർച്ചയായും അഭിനന്ദിക്കാവുന്ന സ്ത്രീപക്ഷ സിനിമയുടെ രചന അതിൻ്റെ തിരക്കഥാകൃത്തുക്കൾ വളരെ ആത്മാർത്ഥമായി തന്നെ നിർവഹിച്ചിട്ടുണ്ട്. ചാരിതാർത്ഥ്യകരമാണ്, അത് അഭിനന്ദനീയമാണ്. ആഷിഖ് കപൂറിൻ്റെ പുതിയ തലമുറ, പുത്തൻ കൂറ്റുകാർ എന്ന് മലയാള കവിതയിൽ പറയുന്നത് പോലെ ഡിജിറ്റൽ സിനിമയിലെ പുത്തൻ കൂറ്റുകാരനായ ആഷിഖ് കപൂർ 1-2 കാര്യങ്ങളിൽ അഭിനന്ദനം അർഹിക്കുന്നു. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയായ ഡാഡിക്കുൾ ഒരു പരാജയ ചിത്രമായിരുന്നപ്പോൾ അദ്ദേഹം രണ്ടാമത് സൃഷ്ടിച്ച ദോശ ഉണ്ടാക്കിയ കഥ മലയാള സിനിമയിൽ ഒരു പുതിയ ചലച്ചിത്രാനുഭവം സൃഷ്ടിക്കുകയും അതിനുശേഷം അതിൻ്റെ ഒരു വിജയം, ഒരു ഹിറ്റ് കൊടുത്ത വിപണന വിജയത്തിന് ശേഷം ആ ചിത്രത്തെ പൂർണ്ണമായും മറന്നുകൊണ്ട് മറ്റൊരു ചിത്രം സൃഷ്ടിക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ മാൻ പവറും അദ്ദേഹത്തിൻ്റെ മനോധർമ്മവും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു എന്നതും അഭിനന്ദനീയമായ കാര്യമാണ്. കാരണം സാധാരണ ഒരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ ആ സംവിധായകൻ ഒരുപാട് കാലത്തേക്ക് ആ വിജയത്തിൻ്റെ ഹാങ് ഓവറിലായിരിക്കും. അദ്ദേഹത്തിൻ്റെ അനന്തര സൃഷ്ടികളും ഈ ഹാങ് ഓവറിൽ തലകുത്തി മറിയുന്നത് നമ്മൾ നിരന്തരം കണ്ടതാണ്.
സിബി മലയിലോ അതല്ലെങ്കിൽ ജോഷി സാറോ അതല്ലെങ്കിൽ മലയാളത്തിലെ ഗ്രേറ്റ് മാസ്റ്റേഴ്സ് എന്ന് പറയാവുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഫിലിം മേക്കേഴ്സിൻ്റെയും വർക്കുകൾ തിയേറ്ററിൽ തലകുത്തി വീഴുമ്പോൾ തീർത്തും തുടക്കക്കാരൻ എന്ന് പറയാവുന്ന ആഷിഖ് കപൂർ സൃഷ്ടിക്കുന്ന സിനിമകൾ, അതുപോലെ തന്നെ പുത്തൻകൂറ്റുകാരായ ഒരു പറ്റം ചെറുപ്പക്കാരുടെ, ചോരത്തിളപ്പുള്ള പുതിയ ചെറുപ്പക്കാരുടെ സിനിമയുടെ പ്രമേയങ്ങൾ മുൻപോട്ട് വയ്ക്കുന്നത് പുത്തനൊരു സൗന്ദര്യ ഭാവുകത്വം, പുതിയൊരു ചലച്ചിത്ര അനുഭവം നൽകാൻ കഴിയുമെങ്കിൽ അത് നല്ലതായിരിക്കും. ജീവിതാനുഭവങ്ങളുടെ തുറസായ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് നടന്നു പോകുന്ന ഒരു ഫിലിം മേക്കർക്ക് മാത്രം സൃഷ്ടിക്കാൻ കഴിയുന്ന പൂത്തിയൻ ചലച്ചിത്രാനുഭവങ്ങൾ പുതിയ തലമുറയ്ക്ക് സൃഷ്ടിക്കാൻ കഴിയട്ടെ എന്നാണ് ഇതിനെ ബേസ് ചെയ്ത് എനിക്ക് പറയാനുള്ളത്. ആഷിഖ് കപൂറിൻ്റെ ഈ പ്രോ വിമൻ ചിത്രം തീർച്ചയായിട്ടും ഈജിപ്തിലും മറ്റും ഉണ്ടായിട്ടുള്ള ഇന്തിഫാദ പോലെ സ്ത്രീകളുടെ ഒരു സമര മുഖം തുറന്നു വിടുകയാണ്. പ്രതികാരത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും ആസ്വാദനത്തിൻ്റെയൊക്കെ പുതിയ കാറ്റുകൾ തുറന്നുവിട്ട ഈ സ്ത്രീപക്ഷ സിനിമ തീർച്ചയായും മലയാളത്തിൽ സ്വീകരിക്കപ്പെടുന്നതിന് നാമും കയ്യടി നൽകേണ്ടത് തന്നെയാണ്. തുടർന്നും അദ്ദേഹത്തിൽ നിന്ന് ഇത്തരം സിനിമകൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ അത് നമ്മുടെ സിനിമയ്ക്ക് ഒരു നല്ല കരുത്താകും, നല്ല സംഭാവനയാകും.